നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഹോം എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ അനാലിസിസോ ഒന്നുമായിട്ട് ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല. ഹോം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. റോജിൻ തോമസ് എഴുതി സംവിധാനം ചെയ്ത ഹോം ഇപ്പോൾ എല്ലാ ആളുകളും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല പടമാണ്. ഒരു ഫീൽ ഗുഡ് സിനിമയാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ റിവ്യൂകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു അനാലിസിസിനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു മൂവിയാണ് എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. പക്ഷേ ആ ഒരു മൂവി നമ്മളെല്ലാവരും ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് ഫാമിലിയൊക്കെയായിട്ട് ഒത്തൊരുമിച്ച് കാണാനായിട്ട് പറ്റിയൊരു പടം തന്നെയാണ്. നല്ല മികച്ച കാസ്റ്റിങ്ങും നല്ല നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ചുറ്റുപാടുമുള്ള കുറേയധികം സംഭവ വികാസങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അത് ചർച്ച ചെയ്യുന്ന ഒരു പ്രമേയം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ്. നമ്മൾ ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പേരൻസുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, ആ ഒരു മാറ്റത്തെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണോ വരുന്നത്, നമ്മളുടെ ഒപ്പം ഓടിയെത്താൻ വേണ്ടി നമ്മളുടെ പേരൻസ് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ആ ഒരു മൂവിയിൽ പറഞ്ഞിട്ടുണ്ട്. റോജിൻ തോമസിൻ്റെ ഹോം നമ്മുടെ ഹോമും ഒക്കെ ആയിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചില തിരിച്ചറിവുകൾ, അല്ലെങ്കിൽ നമ്മൾക്കുള്ള അറിവുകൾ തന്നെ നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമ ഉപകരിക്കുമെന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സിനിമയിലെ പാളിച്ചയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അങ്ങനെ പറയുകയാണ്. പക്ഷേ ആ ഒരു പാളിച്ച കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ആ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി. ഈ ഒരു നല്ല ദിവസം നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത്, നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കൂടുതൽ മനോഹരമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സിനിമയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരു പദം അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം, ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു അതില്യ പ്രതിഭ നല്ല രീതിയിൽ അവതരിപ്പിച്ച്, ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒരു സ്വാധീനിച്ച, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു അച്ഛൻ, നമ്മളുടെയൊക്കെ നിലവിൽ നമ്മളുടെ ഈ ഒരു നാട്ടിലുള്ള നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ആയ ഒരു അച്ഛൻ്റെ ഒരു തനിപ്പകർപ്പ്. അപ്പോൾ ഈ പറയുന്ന അച്ഛൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് താൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞ് തൻ്റെ മകനെ കൺവിൻസ് ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ട ഒരച്ഛനാണ്. തൻ്റെ മകൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള തൻ്റെ അമ്മായി അച്ഛനെ കാണുകയും ആ ഒരു അമ്മായി അച്ഛനിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് തൻ്റെ അപ്പന് എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ചിന്ത തൻ്റെ മകനിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒലിവർ ട്വിസ്റ്റ് താൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം തൻ്റെ മകനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന ചില കഥകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ഒലിവർ ട്വിസ്റ്റ് സിനിമയിൽ ചെയ്ത, അല്ലെങ്കിൽ തൻ്റെ മകന് തൻ്റെ അച്ഛൻ്റെ ഒരു വില മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. കാട്ടാന കൂട്ടങ്ങൾക്കിടയിൽ കൂടെ ഒരു അമ്മയെയും മകനെയും മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു കഥയായിരുന്നു ഒലിവർ ട്വിസ്റ്റിന് തൻ്റെ മകനോട് പറയാനുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ ഒലിവർ ട്വിസ്റ്റിന് തൻ്റെ മകനോട് പറയാനുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ മകൻ ആ ഒരു കഥ വിശ്വസിക്കുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഒരു കഥ ജെന്യുവൻ ആണ് എന്നുള്ളൊരു തെളിവ് കിട്ടുന്നതിന് ശേഷമാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന അച്ഛനോട് ഈ പറയുന്ന മകൻ തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഈ ഒരു സിനിമയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു മൂവിയുണ്ട്. ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു സീനൊന്നുമല്ല ആ ഒരു സിനിമയിൽ നടക്കുന്നത്. ധാരാളം കാര്യങ്ങൾ മറ്റ് പലതുമുണ്ട്. ഇത് ചെറിയൊരു കാര്യമാണ്, നമ്മളുടെ ഒരു കോണ്ടൻറ്റ് സംസാരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു ചെറിയ പോയിന്റ് മാത്രമാണ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നിർവചനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും യോജിക്കാൻ പറ്റാത്തതും ഈ ഒരു കാര്യം തന്നെയാണ്. ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന, ഞാൻ അത്രയധികം ആരാധിച്ച് തുടങ്ങിയിരുന്ന ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം കൊടുക്കാത്ത ഒരു ക്ലൈമാക്സിലേക്ക് സിനിമ പോയി. ഒരച്ഛൻ തൻ്റെ മകനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അതിനാടകീയമായിട്ടുള്ള തൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു സിറ്റുവേഷൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ ഒരു അച്ഛൻ, അല്ലെങ്കിൽ ആ ഒരു മകൻ്റെ സ്നേഹം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ ആ ഒരു മകൻ ഈ ഒരു അച്ഛനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗതികേട് വന്ന ഒരു അച്ഛനാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു സിനിമയിൽ വന്നപ്പോഴത്തേന് എനിക്കത് ആ ഒരു മൊത്തത്തിലുള്ള ഒരു സിനിമയോട് യോജിക്കാത്ത ഒരു ഭാഗമായിട്ട് തോന്നി. ഈ ഒരു സിനിമയിൽ ഒലിവർ ട്വിസ്റ്റിൻ്റെ ഒരു കഥാപാത്രത്തെ നമ്മൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വലിയ ലോകത്തിൽ ചെറിയവനായിട്ട് ജീവിക്കുകയും എന്നാൽ ചെറിയവനായിട്ട് ജീവിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ ഒരു സിനിമയിൽ അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടിയാണ് നടത്തിയിരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തിന് ചേരുന്ന തരത്തിലേക്കുള്ള ഒരു അഭിനയ മുഹൂർത്തം, അല്ലെങ്കിൽ ഒരു കഥയുടെ ഒരു എലമെൻറ്റോ അല്ല തൻ്റെ മകനെ അത്ര മികച്ച ഒരു അച്ഛനാണെന്ന് പറയുന്ന ഒരു വ്യക്തി, അത്ര ഒരു മികച്ച അച്ഛനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മകനോട് തൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള അതിനാടകീയമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഈ ഒരു സിനിമയെ നമ്മളൊരു നല്ല ഒരു അച്ഛൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഐഡിയലായിട്ടുള്ള ഒരു അച്ഛൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അച്ഛനാവാനായിട്ട് വിധിക്കപ്പെടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ കുറേയധികം പ്രഷർ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ആണുങ്ങൾ, അല്ലെങ്കിൽ അച്ഛന്മാരെന്നൊക്കെ പറയുന്നത്. ശരിക്കും ഒരു യൗവന കാലഘട്ടത്തിൽ
അതുപോലെ തന്നെ സെറ്റിലാവുന്ന ആൺകുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്ന നമ്മുടെ സൊസൈറ്റി, സെറ്റിലാവുക എന്ന് പറയുന്നതിന് അവർക്ക് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒരിക്കലും ഒരു പുരുഷൻ്റെ സന്തോഷമോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ലൈഫിൽ അവൻ്റെ പാഷനുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കുക, കുട്ടികൾ ആവുക, ആ ഒരു കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വരിക, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരിക. ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ ശരിക്കും ജീവിതം മറന്നു പോകുന്ന കുറേയധികം അച്ഛന്മാരെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അച്ഛൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഒലിവർ ട്വിസ്റ്റിനെ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും തൻ്റെ പാഷനനുസരിച്ച് ജീവിക്കാനായിട്ട് മറന്നു പോകുന്ന അച്ഛന്മാർക്കൊന്നും പലപ്പോഴും എക്സ്ട്രാ ഓർഡിനറി എന്ന് സിനിമയിൽ പറയുന്ന കഥകൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. അങ്ങനെ കഥകളില്ലാത്ത അച്ഛന്മാരെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ശരിക്കും അവിടെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത്. ശരിക്കും നമ്മളുടെ സമൂഹത്തിൽ ഓർഡിനറി എന്ന് പറയുന്ന കാര്യം എന്താണ്? ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യം അച്ഛനാവുക എന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യമാണോ? അച്ഛനാവുക എന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ പ്രണയത്തിലൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് എന്താണ്? വളരെ കാലം കാത്ത് നിന്ന്, വളരെ കാലം പുറകെ നടന്ന്, അല്ലെങ്കിൽ വലിയ ദൂരങ്ങൾ താണ്ടി കാമുകൻ കാമുകിയെ കാണുവാൻ ചെല്ലുന്ന ആ ഒരു കാര്യമാണോ എക്സ്ട്രാ ഓർഡിനറി? അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് അന്യോന്യം വഴക്കുണ്ടാക്കാതെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണോ എക്സ്ട്രാ ഓർഡിനറി എന്ന് നമ്മൾ ചിന്തിക്കുക. ശരിക്കും നമ്മളിവിടെ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു അമ്മയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അത് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. ആവുക എന്ന് പറയുന്നത് നമുക്ക് ഓർഡിനറി ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി അമ്മയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ ഒന്ന് കൺവിൻസ് ചെയ്യണം, ആ ഒരു കുട്ടിക്ക് നല്ലൊരു അമ്മയായിരിക്കണം, ആ ഒരു അമ്മ ആ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, ആ ഒരു കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ വരെ, ആ ഒരു പേരൻറ്റിങ്ങിൽ വരെ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം അതും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആകുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് തൻ്റെ അമ്മ നൽകുന്ന ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത്, തൻ്റെ വീട്ടിൽ കിട്ടുന്ന നല്ല സാഹചര്യം എന്ന് പറയുന്നത് പോലും എക്സ്ട്രാ ഓർഡിനറി ആണെന്നുള്ളത് ചിന്തിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ പറയുന്ന അതിനാടകീയമായിട്ടുള്ള ഒരു സിനിമാ കഥ കേട്ടിട്ട് തൻ്റെ അച്ഛനെ അംഗീകരിക്കേണ്ടി വരുന്ന ആ ഒരു സിനിമയിലെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഈ ഒരു സൊസൈറ്റിയിലുള്ള മക്കളുടെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആ ഒരു സിനിമയിൽ ആ ഒരു കഥാപാത്രത്തിന് കിട്ടുന്ന ഗ്ലോറിഫിക്കേഷൻ നമുക്ക് ഒട്ടും, എനിക്ക് ഒലിവർ ട്വിസ്റ്റിനെ നമ്മൾ വലിയ ഇഷ്ടമായിട്ട് കാണുന്ന സമയത്ത് ആ ഒരു ശ്രീനാഥ് ബാസി അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ അപാകതയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ നിലവിലുള്ള നമ്മളുടെ ഒരു സാമൂഹിക സാഹചര്യങ്ങളുടെ അതേ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ഒരു കഥാസൃഷ്ടിയുമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണകളൊന്നും ഇല്ല എന്നുള്ളത് ആ ഒരു സിനിമ തെളിയിക്കുന്നുണ്ട്. ആ ഒരു സിനിമകൾക്ക് കിട്ടുന്ന, ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു പ്രേക്ഷകരുടെ ഒരു കയ്യടി എന്ന് പറയുന്ന ഒരു കാര്യത്തിലും പലരും ഈ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. എന്താണ് എക്സ്ട്രാ ഓർഡിനറി, എന്താണ് ഓർഡിനറി എന്നുള്ളത്. ശരിക്കും സിനിമയിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രം, ഒരു അച്ഛൻ, ആ ഒരു സിനിമയിൽ ആ ഒരു അച്ഛൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ റോൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെയൊക്കെ ഒരു സമൂഹത്തിലുള്ള ഒരു അച്ഛൻ്റെ റോളാണോ? അല്ല. നമ്മളുടെയൊക്കെ ഒരു സമൂഹത്തിലുള്ള ഓർഡിനറി അച്ഛന്മാരിൽ നിന്നിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അച്ഛനായിട്ടുള്ള ഒരു റോളാണ് ശരിക്കും ഒലിവർ ട്വിസ്റ്റ് ആ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു സിനിമയിൽ ശരിക്കും ആ ഒരു അച്ഛൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ റോള് തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ട് ആ ഒരു മകന് തിരിച്ചറിവ് കൊടുക്കുന്ന രീതിയിലേക്ക് സിനിമയെ കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിച്ചേനെ. അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം ഈ ഒരു സിനിമയുടെ അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഐ എം ഓൾവേസ് ഇംപെർഫെക്റ്റ് അറ്റ് മൈ ഹോം എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട സമയത്ത്, ആ ഒരു കാര്യം കണ്ട സമയത്ത് എനിക്ക് 100% ഷുവറായിരുന്നു ഇനി എല്ലാ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ഈ പറയുന്ന ഒരു കോട്ട് വന്ന് നിറയുമെന്നുള്ളത്. നമ്മളുടെ പേരൻസൊക്കെ സമയത്ത് നമ്മളുടെ പേരൻസിനൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അവർക്ക് നമ്മളുടെ ഒപ്പം ഓടിയെത്തുക, നമ്മുടെ ഫ്രണ്ട്സായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. കാരണം ആ രീതിയിലൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കുട്ടികളുമായിട്ട് ഫ്രണ്ട്സ് ആവുന്ന പേരൻസാണ് എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു സംസാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെപ്പോലെ ആവണമെന്ന് ചിന്തിക്കുന്ന അവർ നമ്മളോട് അടുക്കാൻ വരുന്ന സമയത്ത് ഐ ആം ഓൾവേസ് ഇംപെർഫെക്റ്റ് ഇൻ മൈ ഹോം എന്ന് പറഞ്ഞ് അവരോട് കാണിക്കുന്ന ആ ഒരു കുസൃതികളും കാര്യങ്ങളൊക്കെ, അവർ പല മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, പല സ്വഭാവങ്ങളുള്ള ആളുകളായിരിക്കും. അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നും കൂടെ അറിഞ്ഞിട്ട് വേണം ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വീട്ടിലും ഓരോ അംഗങ്ങളും പെരുമാറാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയധികം യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കത് ഒഴിവാക്കിക്കൂടെ എന്നുള്ളൊരു ചെറിയ റിക്വസ്റ്റ് എനിക്കുണ്ട്. ശരിക്കും ഞാൻ ഈ എക്സ്ട്രാ ഓർഡിനറി പറയാൻ വേണ്ടി ആ ഒരു സിനിമയെ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആ ഒരു സിനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇന്ന് എല്ലാ ആളുകളും ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുക എന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല.
കാരണം നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒത്തുകൂടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി ആ രീതിയിലേക്ക് സമയം കണ്ടെത്തി അങ്ങനെ ഒരു ഫാമിലി ഗ്യാതറിങ് നടത്തുക എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളിവിടെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് വലിയ ദൂര സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സർപ്രൈസ് വിസിറ്റൊക്കെ ആയിട്ട് പോകുന്ന ഫാമിലി വ്ളോഗ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സർപ്രൈസ് വിസിറ്റുമായിട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞപ്പോഴും ആ രീതിയിലാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യടികൾ കൊടുക്കുന്നത്. ശരിക്കും എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് വളരെ നോർമലാണ് നമ്മൾ ചിന്തിക്കുന്നത്, വളരെ ഓർഡിനറി ആണ് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു ഗ്യാതറിങ് നിങ്ങളുടെ വീട്ടിൽ നല്ല ഭംഗിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും ചെയ്യുന്നതാണ് ശരിക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ചിന്തിക്കാനായിട്ടുള്ള ഒരു ചെറിയ തോട്ട് ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഓർഡിനറി എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്ന നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു സമയം, തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരവുമൊക്കെയാണ് ഹോം എന്ന് പറയുന്ന മലയാള ചലച്ചിത്രം നമ്മൾക്ക് സമ്മാനിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സംസാരിക്കാവുന്നതാണ്. ഈ ഒരു നല്ല ദിവസം ഇതുപോലുള്ള നല്ല നല്ല കമൻറ്റുകളൊക്കെ വായിക്കുന്നതും ഇതുപോലുള്ള ഒരു നല്ല കാര്യം ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതും എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നന്ദി.